ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് യൂട്യൂബിൽ എങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ പേര് ശ്രുതി എന്നാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം രുദ്രാക്ഷി ഫാമിലി എന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം. ഇമെയിൽ ഐ ഡി വെച്ച് നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓൺ കണ്ടൻറ്റ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ വേറെ ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടൻറ്റാക്കി ഇടുമല്ലോ, അതല്ലാതെ നമ്മൾ ഓൺ വോയിസ് ഓൺ കണ്ടൻറ്റ് വീഡിയോ തന്നെ ഇടാൻ ശ്രമിക്കുക. യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഉണ്ടാവണം. അതായത് 4000 വാച്ച് അവറിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മളെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടു, ഒരു 30 മിനിറ്റ് ഉള്ളൊരു ലോങ് വീഡിയോ ഇട്ടാൽ ആ ലോങ് വീഡിയോ 2 പേര് മൊത്തമായിട്ട് ഇരുന്ന് കണ്ടാലാണ് നമുക്ക് ഒരു വാച്ച് അവർ ആവുക. അങ്ങനെയാണ് 4000 വാച്ച് അവറിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാകുന്നത്. പിന്നെയെന്ന് വെച്ചാൽ അതല്ലാതെ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമല്ലോ, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ആ ഷോർട്ട് വീഡിയോസിന് 10 മില്യൺ വ്യൂസ് 3 മാസത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോസിന് പരസ്യം വന്നാലാണ് നമുക്ക് വരുമാനം കിട്ടുക. അപ്പോൾ ആ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യണം. ആഡ്സെൻസ് മീൻസ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ആഡ്സെൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മൾ മുന്നേ യൂട്യൂബ് തുടങ്ങുമ്പോൾ കൊടുത്ത ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തതിൽ ഒരു അഡ്രസ്സ് ഫില്ല് ചെയ്യാനുണ്ടോ, ആ അഡ്രസ്സ് ഫില്ല് ചെയ്താൽ നമുക്ക് അവിടെ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. എന്നിട്ട് നമ്മൾ നേരെ യൂട്യൂബിലേക്ക് പോകുമ്പോൾ ആ യൂട്യൂബിൽ സെറ്റിങ്സിൽ മോണിറ്റൈസേഷൻ എന്ന ഓപ്ഷനിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഗ്രീൻ ടിക്കിൽ വന്നിട്ടുണ്ടാവും. ആ ഗ്രീൻ ടിക്കിൻ്റെ അവിടെ ആഡ്സെൻസ് കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ അടിയിൽ അപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് താഴെ തന്നെ നമ്മുടെ ചാനൽ എത്ര ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവും എന്നുള്ളത് കാണിക്കും കേട്ടോ. അതിന് ശേഷം മോണിറ്റൈസേഷൻ ആയാലും നമുക്ക് $10 ആയാലേ നമുക്ക് ID വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും യൂട്യൂബിൽ. ആ ID വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് നമുക്ക് പാസ്പോർട്ടോ പാൻ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ വെച്ച് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ്സെൻസിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു OTP കൊറിയറായിട്ട് വരും. അതായത് നമ്മളിപ്പോൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു OTP നമ്മൾ ഇതിൽ ഫില്ല് ചെയ്താലാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് നമ്മൾ ചെയ്യണം. അപ്പോൾ ആ ഹെഡ് ഓഫീസിൽ നിന്ന് കൊറിയർ വഴി ഒരു പിൻ അയച്ചിട്ട് ആ പിന്ന് നമ്മളിതിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരും. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടി അപ്ലോഡ് ചെയ്താൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് എലിജിബിൾ ആവും. അതായത് ഒരു മാസം $100 ഉണ്ടായാലാണ് നമുക്കൊരു വീഡിയോ വരുമാനം കിട്ടാൻ തുടങ്ങും. ആ വീഡിയോ പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോസിന് പരസ്യം വന്നാലാണ് നമുക്ക് വരുമാനം കിട്ടുക. അപ്പോൾ ആ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യണം. ആഡ്സെൻസ് മീൻസ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ആഡ്സെൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മൾ മുന്നേ യൂട്യൂബ് തുടങ്ങുമ്പോൾ കൊടുത്ത ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തതിൽ ഒരു അഡ്രസ്സ് ഫില്ല് ചെയ്യാനുണ്ടോ, ആ അഡ്രസ്സ് ഫില്ല് ചെയ്താൽ നമുക്ക് അവിടെ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. എന്നിട്ട് നമ്മൾ നേരെ യൂട്യൂബിലേക്ക് പോകുമ്പോൾ ആ യൂട്യൂബിൽ സെറ്റിങ്സിൽ മോണിറ്റൈസേഷൻ എന്ന ഓപ്ഷനിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഗ്രീൻ ടിക്കിൽ വന്നിട്ടുണ്ടാവും. ആ ഗ്രീൻ ടിക്കിൻ്റെ അവിടെ ആഡ്സെൻസ് കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ അടിയിൽ അപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് താഴെ തന്നെ നമ്മുടെ ചാനൽ എത്ര ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവും എന്നുള്ളത് കാണിക്കും കേട്ടോ. അതിന് ശേഷം മോണിറ്റൈസേഷൻ ആയാലും നമുക്ക് $10 ആയാലേ നമുക്ക് ID വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും യൂട്യൂബിൽ. ആ ID വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് നമുക്ക് പാസ്പോർട്ടോ പാൻ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ വെച്ച് അപ്ലോഡ് ചെയ്തതിന് ശേഷം
നമുക്ക് ആഡ്സെൻസിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു OTP കൊറിയറായിട്ട് വരും. അതായത് നമ്മളിപ്പോൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു OTP നമ്മൾ ഇതിൽ ഫില്ല് ചെയ്താലാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് നമ്മൾ ചെയ്യണം. അപ്പോൾ ആ ഹെഡ് ഓഫീസിൽ നിന്ന് കൊറിയർ വഴി ഒരു പിൻ അയച്ചിട്ട് ആ പിന്ന് നമ്മളിതിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരും. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടി അപ്ലോഡ് ചെയ്താൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് എലിജിബിൾ ആവും. അതായത് ഒരു മാസം $100 ഉണ്ടായാലാണ് നമുക്കൊരു വീഡിയോ വരുമാനം കിട്ടാൻ തുടങ്ങുക. ആ വീഡിയോ നമുക്ക് വരുമാനം കിട്ടാൻ തുടങ്ങുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ. ഓക്കെ, ബൈ.